എത്തിയോ? കൊള്ളാം. അച്ഛൻ ഇപ്പോഴാ വരുന്നത്? രാവിലെ വരുമെന്ന് കരുതി കമ്പനി സ്റ്റഡി മതിയാക്കി വെളുപ്പിനെ മുതൽ ഞാൻ ഇവിടെ ഒന്ന് കാത്തിരിക്കുക. വരുന്ന വഴി അച്ഛൻ ഓഫീസിൽ ഒന്ന് കയറി. അതുപോട്ടെ, ഈ വരവിൽ നിന്നെ കുറിച്ചുള്ള ഏത് കംപ്ലൈന്റ് അച്ഛനെ കാത്തിരിക്കുന്നത്? ഈ ഒരാഴ്ച ഞാൻ ക്ലീൻ ആയിരുന്നു. നോട്ട്സ് എഴുതി എടുക്കലും പഠിത്തവും തന്നെ. എക്സാം എടുത്തു വരില്ലേ, കളിച്ചു നടക്കാൻ എവിടെ സമയം? പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, ചെറിയൊരു കംപ്ലൈന്റ് വരെ സാധ്യതയുണ്ട്. ആ മേട്ടനോട് എനിക്കൊരു കണക്ക് തീർക്കാനുണ്ടായിരുന്നു. ഒന്നുമല്ല, വെറും ഒരു ഏപ്രിൽ ഫുൾ. അത് ശരി. ഇനിയിപ്പോ പ്രിൻസിപ്പൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കും. ക്ഷമ പറയാൻ അച്ഛൻ വരണം, അതല്ലേ നിന്റെ ഉദ്ദേശം? അതിനുള്ള ചങ്കൂറ്റൊന്നും അയ്യങ്കാർ സാറിനില്ല. അച്ഛൻ വെറുതെ ടെൻഷൻ പിടിക്കാതെ കുളിച്ചൊന്ന് ഫ്രഷ് ആകും. കണ്ടാലറിയാം നല്ല യാത്രാ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നീ നേരത്തെ ബാനുവേട്ടന്റെ ഓഫീസ് വരെ ഏതോ ഒരു വലിയ കമ്പനിയുടെ പബ്ലിസിറ്റി ക്യാമ്പയിൻ കിട്ടിയിട്ടുണ്ട്. എന്റെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ഇല്ലെങ്കിൽ സംഗതി ആകെ ചളാവും. അച്ഛന്റെ കുളി കഴിയുമ്പോഴേക്കും ഞാനിങ്ങെത്താം. ഒരു അരമണിക്കൂർ. ഓക്കെ? വന്ന് ഞാൻ പറഞ്ഞ പെണ്ണിന് ഒരു അനുസരണയില്ല. ഇപ്പൊ പുറത്തേക്ക് പോകണ്ടെന്ന് ചേട്ടന് പറയായിരുന്നില്ലേ? അതെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി. അച്ഛനെ അവൾക്ക് പുല്ല് വിലയാ. ബാനുവിന്റെ ഓഫീസിലെ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും അവളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡല്ലേ. ഡിഗ്രി കഴിഞ്ഞ് പബ്ലിക് റിലേഷൻസിലും അഡ്വർടൈസിംഗിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്നല്ലേ അവരുടെ ആഗ്രഹം. കുറച്ച് പ്രാക്ടിക്കൽ നോളജ് ഉള്ളത് നല്ലതാ. അതുകൊണ്ടാ ഞാൻ കണ്ണടച്ചത്. ഇങ്ങനെ അവള് ചവിട്ടുന്ന താളത്തിന് തുള്ളാൻ നിന്നാലേ അവസാനം അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതിവിടെ ഫിക്സ് ചെയ്യല്ലേ? വിഷ്വൽ ഇവിടെ വെച്ച ക്യാപ്ഷനായിട്ട് എങ്ങനെ ബാലൻസ് ചെയ്യും? അതാ കുഴപ്പം. ബാനുവേട്ടന് എസ്തറ്റിക് സെൻസ് ഇല്ല. എന്നാ പിന്നെ ഇതിനൊക്കെ ചുളുവിന് കാര്യം സാധിക്കാന്ന് വിചാരിക്കാതെ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ പോസ്റ്റ് ചെയ്തൂടെ? ഇലക്ഷന് മതിൽ എഴുതുന്നവരെ പിടിച്ച് വരയ്ക്കാൻ എത്തിയാലേ ആർട്ട് വർക്ക് മതിലുപോലെ ഇരിക്കും. പ്രതാപം കേൾക്കുന്ന പിന്നെ കേട്ടാ ഇപ്പൊ വിഴിയും കളയും. ഇത് നോക്ക്, ഇവിടെ വെച്ച ക്യാപ്ഷനും കോപ്പിയൊക്കെ സുഖമായിട്ട് നിൽക്കും. ഞാനും ആദ്യം പ്രതാപ എടോ, എനിക്കൊരു ഐഡിയ. ഇത് ഇവിടെ ഫിക്സ് ചെയ്താലേ ക്യാപ്ഷനും കോപ്പിയും ഒക്കെ സുഖമായിട്ട് നിൽക്കും. ഹലോ, ഗുഡ് ഈവനിങ് പ്രിന്റ് മീഡിയ. ആർട്ട് വർക്ക് ഇന്നത്തെ കൊറിയറിൽ അയച്ചിട്ടുണ്ടല്ലോ. നാളെ അവിടെ കിട്ടും, ഷുവർ. ഓക്കെ, താങ്ക് യു. ആ ഡ്രീം ഡ്രസ്സസിന്റെ ക്യാമ്പയിന് വേണ്ടി ഏതൊക്കെ മോഡൽസിനെ കാസ്റ്റ് ചെയ്തത്? ഇതിൽ ഒരു പോന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാൻ ഇത് കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ. റെഡിമെയ്ഡ് ഷർട്ടിന്റെ ആഡിന് വേണ്ടി മോഡലായി കാസ്റ്റ് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ പറ്റിയ കോന്തന്മാരും ഇതിനകത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. പരസ്യ സ്ഥാപനം നടത്തിയ മാത്രം വരാം, കുറച്ചൊക്കെ സെൻസ് കൂടി വേണം സാറേ. എന്നാ പിന്നെ സെൻസ് ഉള്ളവർ വന്ന് കസേരയിലേക്ക് ഇരിക്കാൻ എത്ര നാളായി ഞാൻ പറയുന്നു. എക്സാം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. പക്ഷേ 1000-1500 തന്ന് പറ്റിക്കാന്ന് വിചാരിക്കണ്ട. 1600 മതിയാവും. ഈടാ, ബോംബെ ബേസ്ഡ് കമ്പനികൾ കൊടുക്കുന്ന സാലറി തരണം. ആ ശമ്പളം ഉണ്ടെങ്കിൽ എനിക്കിവിടെ 5 പേരെ പോസ്റ്റ് ചെയ്യാം. എന്നാ ഇതുപോലുള്ള മോഡൽസിന് വെച്ച് ചതഞ്ഞ പരസ്യം ചെയ്തോണ്ട് ഇവിടെ ഇരുന്നോ? പോയാലെങ്ങനെ? നമ്മുടെ ഈ കാര്യങ്ങളൊരു തീരുമാനമാക്കണ്ടേ? ഇന്നത്തെ കൺസൾട്ടിങ് സമയം കഴിഞ്ഞു. അച്ഛൻ വന്ന ഉടനെ ഞാൻ കണ്ണോട്ടിച്ചിറങ്ങിയതാ. അരമണിക്കൂറുള്ള പെർമിഷൻ. ഞാൻ പോണു. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പിടിച്ചോ. ഇതാണോ അരമണിക്കൂർ? അതെ, ഇറങ്ങാൻ നേരത്തെ അച്ഛൻ തടസ്സം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് ശരിയാവില്ലെന്ന്. അവിടെ ചെന്നപ്പോഴോ ഡ്രീം ഡ്രസ്സസിന്റെ MD-യും ചെയർമാനും ബാനുവേട്ടനായിട്ട് ചൂട് പിടിച്ച ഡിസ്കഷൻ അല്ലേ? അതെ, ഒരു മുന്നറിയിപ്പില്ലാതെ അവര് വന്നത്. അതുകൊണ്ടാ അരമണിക്കൂർ 1.5 മണിക്കൂറായത്. വല്ലാത്ത ചൂട്. നീ കേറുന്നില്ലേ? ഇല്ലമ്മ, ഏജൻസിയിൽ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്. ആദ്യം തിരക്കൂട്ടിയതുകൊണ്ട് ഞാൻ കൊണ്ടാക്കാന്ന് വെച്ചത്. പോട്ടെ. ശിവശങ്കർ നല്ലവനാടി. ആർട്ടിസ്റ്റിൽ മനുഷ്യപ്പറ്റുള്ളവനായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ. ആതിരയ്ക്കൊരു ആലോചനയെ പറ്റി അയാൾ പലതവണ എന്നോട് സൂചിപ്പിച്ചതാ. നല്ല ബന്ധമാണെങ്കിൽ അതങ്ങ് നടത്തണമെന്നാ ഞാൻ പറയുന്നത്. നീ എന്താ ഒന്നും അറിയാൻ മേലാത്ത പോലെ സംസാരിക്കുന്നത്? ഒരു പെണ്ണിനെ അയക്കാനുള്ള എന്ത് പരിസ്ഥിതി ഇപ്പൊ നമുക്കുള്ളത്? ഉള്ളതെല്ലാം കൂടെ വിറ്റുപറിക്കുക ഈ വീട് കെട്ടിയത്. വോളണ്ടറി റിട്ടയർമെന്റിന് എഴുതി കൊടുത്തിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ് മേടിച്ച് ഒരുത്തി അയക്കാമെന്ന് വെച്ചാൽ ഹൗസിംഗ് ലോൺ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കിട്ടാനാ? വരുന്നവർക്ക് പലർക്കും ഈ വീട്ടിലാ കണ്ണ്. മൂത്തവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആശയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാ? എന്ന് പറഞ്ഞാൽ എങ്ങനാ?
ആലോചനകള് അവളുടെ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞയച്ചു. ഇനി ഇപ്പൊ പഠിത്തം കഴിയുമ്പോ എന്തു പറയും? അവളുടെ ഇഷ്ടപ്രകാരം തുടർന്ന് പഠിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ദേ, ഇപ്പൊ തന്നെ നമ്മുടെ നിലയും അവളുടെ പ്രായം ഒന്നും നോക്കാതെ ഓരോ പ്രവൃത്തികള്. ഞാൻ അവരെ ശാസിക്കുമ്പോ പിള്ളേരുടെ പക്ഷം ചേർന്നതിന്റെ ഇപ്പൊ അനുഭവിക്കുന്നത്. അതിനിപ്പോ എന്തോണ്ടായിരുന്ന? തുള്ളിച്ചാരി കുരുത്തക്കട ഒപ്പിച്ചടക്കാൻ ചെറിയ കുട്ടിയൊന്നും അല്ല അവള്. ചന്ദ്രവാനു എന്റെ ആങ്ങളുടെ മോനാ. പക്ഷെ കൂടെ കൂടെയുള്ള അവന്റെ ഓഫീസിൽ പോക്കും വണ്ടിയിലുള്ള ഈ വരവും നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണോ? അവനെ പറ്റി അത്ര നല്ലതൊന്നും അല്ല പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. പ്രായമായ പെണ്ണ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കുരുത്തക്കേട് ഒപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്ക് കേൾക്കാതെ നോക്കണം. അതിലാണ് കാര്യം. അതിനിപ്പോ എല്ലാവർക്കും നിന്നെ പോലെ വാലുണ്ടാവോ? നിന്റെ വാല് നിന്റെ ഡാഡി മുറിച്ചതിന് ഇവളെന്ത് പഴിച്ചു? വാലേ പോയുള്ളൂ, മുഖച്ചയ്ക്ക് വലിയ മാറ്റം വന്നിട്ടില്ല. എക്സാക്ട്ലി കറക്റ്റ്. നല്ലൊരു പെണ്ണ്, പക്ഷെ അവക്കിട്ട് ചെക്കനെ നോക്കിക്കേ. നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഇതിനാ മോളെ വിധി എന്ന് പറയുന്നത്. ഓ, ഇയാളെ ഒന്നും കെട്ടാൻ പറ്റത്തില്ലെന്ന് പേരൻസിനോട് പറയാനുള്ള ധൈര്യം ആ പെണ്ണിനില്ലാതെ പോയി. അതിന് വിധിയെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്ന രാജകുമാരിയെ കെട്ടാൻ വരുന്നത് ഏത് രാജകുമാരാണെന്ന് കണ്ടറിയണം. അതൊരു രാജകുമാരൻ തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. ചന്ദ്രഭാനുവിന് രാജകുമാരന്റെ കട്ടൊന്നും ഇല്ല കേട്ടോ. അയ്യോ, 80 രൂപയോ? നിന്റെ എത്രയുണ്ട്? എന്റെ കയ്യിൽ ഒന്നല്ല. നിന്റെയിലോ? നീ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. അത് ശരി. ആ, എന്റെ 50 രൂപയുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാം? സന്തോഷേ, ഒരു കുട്ടി നമ്മൾ നോക്കിച്ചിരിക്കുന്നു കേട്ടോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, സൂസന്റെ ബ്രദർ അല്ലേ? ഏത് സൂസൻ? റോസ്വില്ലയിലെ കറിയച്ചന്റെ മകൾ സൂസൻ. അയ്യോ അല്ല. മൂന്നാറിൽ ടീ എസ്റ്റേറ്റ് ഉള്ള സൂസൻ സാറിന്റെ സിസ്റ്റർ അല്ലേ? അല്ല. സോറി, ആള് മാറിപ്പോയതാ. ബാബാ ഓ. അങ്ങനെ ഇന്നത്തെ ദിവസവും വലിയ ബോറടി കൂടാതെ അവസാനിച്ചു. ദൈവത്തിന് സ്തുതി. പകല് മുഴുവൻ കാട്ടിക്കൂട്ടിയ അനാവശ്യങ്ങള് രാത്രിയിൽ ഡയറിയിൽ കുറിച്ചു വെക്കാം. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ, പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ സ്മാർട്ട് ആയിരിക്കണം. അല്ലാതെ നിന്നെ പോലെ പനി പിടിച്ച കോഴിയെ പോലെ ഇരിക്കാൻ എന്നെ കിട്ടില്ല. എനിക്കേ കിടക്കണം. ഇന്ന് വൈകിട്ട് വിവരം പറയാന്നാ ഭവാനി കുഞ്ഞുമോട് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറയേണ്ടത്? അവള് പഠിച്ചുകൊണ്ടിരിക്കല്ലേ ശിവശങ്കര, അത് കഴിഞ്ഞിട്ട് പോരെ? പഠിത്തം കഴിയാനിരുന്ന നന്ദകുമാറിന് വേറെ കല്യാണം നടക്കും. ഇങ്ങനെ ഒരു പയ്യനെ ഒത്തുകിട്ടാൻ പ്രയാസമാ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നത്. ശിവശങ്കരന് അറിയാമല്ലോ എന്റെ അവസ്ഥ. ഹൗസിംഗ് ലോണും PF LIC എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് താനെന്റെ കയ്യിലേക്ക് തരുന്ന ശമ്പളം എത്രയാ? ഒരു കരുതലും ഇല്ലാതെ എങ്ങനെയാ ഒരു കല്യാണത്തിന് ചാടി പുറപ്പെടുക? ആ വീടിന്റെ പ്ലാൻ കണ്ടപ്പോഴേ ഞാനെന്ന് പറഞ്ഞതാ. സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വീടിന്റെ ആവശ്യമില്ലെന്ന്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും സാറ് നല്ല രീതിയിൽ ചിന്തിക്കണം. സ്ത്രീധനമായിട്ട് അവർ 10 പൈസ പോലും ചോദിക്കുന്നില്ല. നമുക്കിറങ്ങാം. താഴെയുള്ള 2 സഹോദരിമാരെ അയച്ചിട്ട് മതി തനിക്ക് വിവാഹമെന്ന് ഒറ്റ വാശിയായിരുന്നു നന്ദന്. അനന്തപിള്ളച്ചേട്ടന്റെ മരണം ഓർക്കാപ്പുറത്തായതുകൊണ്ട് ബാധ്യതകളൊക്കെ നന്ദന്റെ തലയിൽ വന്നു. ഇളയവളെ അയച്ചിട്ടിപ്പോ വർഷം 1 കഴിഞ്ഞു. അപ്പം മുതൽ നിർബന്ധിക്കുന്നതാ ഭവാനി കുഞ്ഞമ്മ. പക്ഷെ നന്ദൻ ഇപ്പോഴാ ഒന്ന് സമ്മതം മൂളിയത്. ഇക്കാലത്ത് അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോ ആ, സാറ് വിചാരിക്കുന്ന പോലെ കേസില്ലാത്ത വക്കീലൊന്നും അല്ല നന്ദൻ. പുറത്തൊന്ന് അന്വേഷിച്ചു നോക്കണം. കഴിവില്ലാത്തതുകൊണ്ടാണോ സർക്കാർ അയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്? എന്റെ ബന്ധുവായതുകൊണ്ട് പറയുന്നതല്ല.
നന്ദകുമാറിന്റെ വാദം കേട്ട കോടതി വിറയ്ക്കും. മോളുമായിട്ട് ഒരു 10-15 വയസ്സിന് വ്യത്യാസം ഉണ്ടാവില്ലേ? അതിപ്പോ ഉദ്യോഗവും ചെറുക്കന്റെ സ്വഭാവവും എല്ലാം കൂടി നോക്കുമ്പോ ഇക്കാലത്ത് ഒരു പ്രശ്നമാണോ? ഏതായാലും അവര് പരസ്പരം ഒന്ന് കണ്ട് തീരുമാനിച്ചോട്ടെ. ശരി.